പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. ഇവയ്ക്കൊന്ന് പോന്നും വേണ്ടേ? സമയത്തിലായിന്നാ. നിനക്ക് ആ പാർട്ട് ഓഫ് എങ്കിൽ വന്നു റെഡി. ഈ വയ്യാത്ത ഞാനിനി അവിടെ പോണോ? അലക്സ, ടേൺ ഓഫ് ദ മ്യൂസിക്. എവിടെ മിസ്റ്റർ പോനിക്കര? ഇവിടെ ഉണ്ട്. എന്താണാവോ ഇന്ന് അടുക്കള പുറത്താണല്ലോ. നിന്നെ കൊണ്ടോ എനക്കൊരു ഉപയോഗമില്ല. ഞാൻ ഉപയോഗമുള്ള 2-3 വാട് ഇവിടെ നട്ടിരുന്നു. അതെന്തായി നോക്കാൻ വന്നതാ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നാം അങ്ങോട്ട്. പൊക്കോ പൊക്കോ. அம்மா தாயே வந்துட்டியா? எந்தே வரண்டேனுவா? ஐயோ நான் அப்படியெல்லாம் சொல்லலம்மா. இவ்வளோ சீக்கிரம் எதுவும் வரக்கூடாது. ஆஃபீஸ் முடிஞ்சதுக்கு அப்புறம் வரதா நல்லா இருக்கும். എടാ വന്നിട്ടിയാ നാഗവല്ലി? டேய் அது மட்டும் வேணாம், சாவடிச்சிடுவேன். ഇന്നെന്താണാവോ വരാൻ ലേറ്റ് ആയത്? എന്നത്തെയും പോലെ ആ കണ്ണു സ്വപ്നം കണ്ടിരുന്നോ? ഇന്ന് ഞാൻ ഫുൾ മുഖവും കണ്ടതാ, പക്ഷേ ഓർമ്മ വരുന്നില്ല. അച്ചടാ പാവ എന്റെ കൊച്ചി. ഇല്ല അടുത്തി, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വരില്ല. ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. പിന്നെ ചടങ്ങിന് വരണമെന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ വരാം. പക്ഷെ അവളെ ഞങ്ങൾ കൊണ്ടുവരില്ല. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. ആരാ വിളിച്ചത്? സാവിത്രി എടുത്തി ആദൂട്ടിയുടെ നിശ്ചയാത്രേ. നമ്മളോടെല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആദൂട്ടിക്കാണെങ്കിൽ ഒരേ നിർബന്ധം, ഗൗരീനെ കാണണമെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവളെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ. ചടങ്ങിന് വരാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരാമെന്ന് പറഞ്ഞു. ഗൗരി എവിടെ? അവളിന്ന് നേരത്തെ ഓഫീസിൽ പോയി. നേരത്തെയോ? ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. இங்க சும்மா உட்கார வைக்கிறதுக்காகவா நீ எங்களை இங்க வர சொன்ன? ഞാൻ ആ സ്വപ്നം വീണ്ടും കണ്ടു. കഴിഞ്ഞ കുറെ നാളായിട്ട് അതെന്റെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പഴയ തറവാട്, അവിടെ ആരോ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുക. അയാൾ എൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് കേൾക്കാനോ അയാൾക്കത് പറയാനോ പറ്റുന്നില്ല. നീ ഏതാച്ചും ഹൊറർ മൂവി പാത്തിയാ? അല്ലടി, ആദ്യം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. പക്ഷേ എന്റെ കൈ നോക്ക്. എന്താടി ഇത്? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. ഇതിന്റെ പിറകിൽ എന്തോ ഉണ്ട്. നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥം ഉണ്ടെന്നല്ലേ പറയാറ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിനും എന്തെങ്കിലും ഒരു അർത്ഥം കാണില്ലേ? അതെന്താണെന്നറിയണമെങ്കിൽ നമ്മൾ ആ തറവാട്ടിൽ പോകേണ്ടി വരും. എനിക്കറിയാം ആ തറവാട് എവിടെ ഉണ്ടെന്ന്. പണ്ട് മുത്തശ്ശനോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാട്ടി നോക്കിയിട്ട് എന്നെ സമയ അന്ന് എനിക്ക് 10 വയസ്സ്. മുത്തശ്ശി എനിക്ക് ആ തറവാടിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ആ തറവാട്ടിലാണ് എൻ്റെ എല്ലാം ഇരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് എൻ്റെ അടുത്ത് വേറെ എന്തോ പറയാൻ വന്നപ്പോൾ അമ്മ അതിനെ സമ്മതിച്ചില്ല. എവിടെയാ തറവാട്? നാട്ടില്, ദേവകിപുരം. കേരളാവാ? ஆமா. உங்க பேரண்ட்ஸ் தான் நாங்க போக கூடாதுன்னு சொல்லிருக்க. அப்போ நீ எப்படி அங்க போவ? வெயிட் என்ன சொன்ன? கௌரியோட பேரண்ட்ஸ் இவள்கிட்ட സ്ട്രിക്റ്റാ കേരളാവിൽ പോക കൂടാന്ന് சொல்லிருக்கு. എനിക്കിത് മൊത്തത്തിലൊന്നും കൂട്ടി വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നീ തന്നെ എല്ലാം ഒന്ന് കൂട്ടി വായിച്ചു നോക്ക്. നീ എന്നും സ്വപ്നം കാണുന്ന ആ കണ്ണ് അത് വിട്. ഇപ്പതാ ഇതൊക്കെ വിട്.
നീ എത്രയൊക്കെ വാശി പിടിച്ചിട്ടും നിന്റെ പാരൻസ് കേരളത്തിൽ കൊണ്ടുപോകുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് ഉറപ്പാ, നീയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ആ തറവാടുമായിട്ടോ അല്ലെങ്കിൽ ആ നാടുമായിട്ടോ നിനക്കുണ്ട്. ഇതറിയുന്ന നിന്റെ പാരൻസ് നിന്നെ അവിടെ നിന്ന് മാറ്റിയിരുത്തുന്നതാണെങ്കിലോ? ഏയ്, അങ്ങനെയൊന്നും എനിക്ക് ഇന്നേ വരെ இல்லடி. அதுக்கும் சான்ஸ் இருக்கு. நாம இந்த മൂവിയെല്ലാം பார்க்குற மாதிரி. നീ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനും വഴിയുണ്ട്. കാരണം അവരെന്തോ എൻ്റെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കേരളത്തിൽ പോയിരിക്കും. ശരി, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും വരാം. ആരോടും പറയണ്ട. ஒருவேளை நாம் ஒரு பேரழிவை நோக்கி சென்று கொண்டிருந்தால் என்ன செய்வது? ആപത്തിലേക്കാണെങ്കിലും ശരി, ഞാൻ പോയിരിക്കും. എനിക്കറിയണം അവരെൻ്റെ അടുത്ത് എന്താ മറച്ചു വെക്കുന്നതെന്ന്. ഈ വീക്ക് എന്തായാലും നടക്കില്ല. നമുക്ക് അടുത്ത വീക്ക് പോവാം. എന്താടി? ഏയ്, ഒന്നുമില്ല. ആരാ പുറത്ത്? ഞാൻ പോയി നോക്കാം. നീയായിരുന്നോ? എന്തേ? അമ്മ ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? എന്തു പറ്റി എനിക്ക്? നടക്ക്, ഞാൻ വരാം. ആരാ പുറത്ത്? ഗൗരി. എന്തേ? ഇന്ന് അവളുടെ കൂടെ കിടക്കുമെന്ന്. ആ, വല്ല സ്വപ്നം കൊണ്ട് പേടിച്ചു കാണും. നിങ്ങൾ ഇവിടെ കിടന്നു വന്ന. ആ ശരി, നീ എന്നാ ചെല്ല്. ആ, വന്നോ? നിങ്ങൾ റെഡി ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. നീ ഇത് എങ്ങോട്ട് ഈ രാവിലെ തന്നെ? ഞാനൊന്ന് അനന്തൂരി വീട് വരെ പോയിട്ട് വരാം. ഉച്ചക്ക് ചോറിനുണ്ടാവോ നീ? ചിലപ്പോ, ഉറപ്പില്ല. ആ, നീയായിരുന്നോ? കേറുവാ. നീ എന്തിത്ര രാവിലെ? എന്തെങ്കിലും പറയാനുണ്ടോ? யாரு வந்திருக்கா? என்னடி இவ்வளவு காலையில வந்திருக்க? എന്താടി ഇത്? ഓരോന്ന് കഴിയുമ്പോ ഓരോന്നാന്നല്ല. എനിക്കറിയില്ല. ഒന്നും മനസ്സമാധാനായിട്ട് ഉറങ്ങാൻ പോലും വയ്യ എനിക്ക്. என்னங்க, ஒரு நிமிஷம் என் கூட வருவீங்களா? ஒரு நிமிஷம், நான் சொல்ற போற விஷயம் கவனமா கேளு. என்ன அவ பேச்சு கேட்க வேணா சொல்ல வரீங்களா? ஐயோ, நான் சொல்ல போற விஷயம் கொஞ்சம் பொறுமையா கேளு. அவ உனக்கு மட்டும் இல்ல, எனக்கும் ஃப்ரெண்டு தான். அவளை இந்த நிலைமையில விட்டுடுச்சுன்னா அவ கண்டிஷன் இன்னும் மோசமாகத்தான் போறேன். ஸோ நான் என்ன சொன்ன வரேன்னா, எவ்வளோ சீக்கிரம் எமக்கு முடியுமோ அவ்வளோ சீக்கிரம் நம்ம കേരളത്തിലേക്ക് പോയി താവണം. ഗൗരി, നമുക്ക് നാളെ തന്നെ കേരളത്തിലേക്ക് പോവാം. നീ ഡ്രസ്സൊക്കെ എടുത്ത് സാധാരണ ഓഫീസിലേക്ക് വരുന്ന പോലെ വന്നാൽ മതി. ആരും ഒന്നും അറിയണ്ട. നിനക്ക് ആ തറവാട്ടിലേക്ക് പോകാനുള്ള വഴി അറിയോ? ഇല്ല, നമുക്ക് யார்கிட்டயாச்சு கேட்டு பார்க்கலாமே. നിങ്ങളിവിടെ നിൽക്കി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം.
ചേട്ടാ, ഈ തേവാരത്ത് തറവാട്ടിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ? തറവാടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? തേവാരത്ത്. പേര് മാറിപ്പോയൊന്നുമില്ലല്ലോ. ഇല്ല ചേട്ടാ. നിങ്ങളിവിടെ താമസിക്കാൻ വന്നാണോ? അതെ ചേട്ടാ. അതിന് ആ തറവാട് അനന്തു ഇങ്ങ വാ. എന്താ? ആരാ ഇത്? ഇവങ്ക നിങ്ങള് തേവാരത്തേക്ക് വന്നവരാണല്ലേ? ഇവര് പറഞ്ഞു ഇവിടുന്ന് ഒരു വണ്ടിയും അവിടേക്ക് വരില്ല, നടക്കുക തന്നെ വേണം. ദാ നേരെ കാണുന്ന ആ വളവ് ചെന്ന് അവസാനിക്കുന്നത് ആ വീടിന്റെ മുമ്പിലാ. പിന്നെ ഈ നാട്ടിൽ ആദ്യമായിട്ടല്ലേ ദാ കാണുന്ന ദേവി ക്ഷേത്രത്തിൽ കീഴിൽ പ്രാർത്ഥിച്ചിട്ട് പൊക്കോളൂ. നിങ്ങൾ വന്ന എന്ത് കാര്യയിലും ദേവി സാധിച്ചു തരും. അത്രയ്ക്കും ശക്തിയുണ്ട് ഇവിടുത്തെ ദേവിക്ക്, പ്രത്യേകിച്ചും ഈ കുട്ടി. എന്താ സ്വാമി അങ്ങനെ പറഞ്ഞത്? എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. இன்னும் எவ்வளவு தூரம் இருக்கு? என்னால முடியல. ഈ വളവ് കഴിഞ്ഞ് എത്തുന്നല്ലേ പറഞ്ഞത്. നടന്നു നോക്കാം, വാ. വാ നടക്ക്. ഇവിടെ ആൾ താമസമുണ്ടോ? വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. ആഹാ, നിങ്ങൾ എത്തിയോ? ഇവിടെ കുറച്ച് പുരാവസ്തു ഗവേഷണത്തിന്റെ കുട്ടികൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അവരല്ലേ നിങ്ങള്? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഇവിടെ വർഷങ്ങളായി ആൾ താമസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാ ഞാനങ്ങ് പോവാ. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി എന്നാ. നമുക്കെന്നാ പോയി ഫ്രഷ് ആവാല്ലേ? നീയും താരിന്ന് ഒരുമിച്ച് നടന്നോ, ഞാൻ വേറെ റൂം എടുത്തോളാം. ആ ആഹാ, നിങ്ങൾ കുക്കിംഗ് ഒക്കെ തുടങ്ങിയോ? எனக்கு பசிக்குதுப்பா. நேத்து காலையில இருந்து இப்ப வரைக்கும் நாம எது கூட சாப்பிடல. ഞങ്ങൾക്കും ഉണ്ട് വിശപ്പും ദാഹമൊക്കെ. നിനക്ക് മാത്രമല്ല. അല്ല, നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം മതിയോ? നമുക്ക് എല്ലാ ശക്തിയും കണ്ടെത്തണ്ടേ? പിന്നെ ആ പിള്ളേര് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആണോ, നാം ഇനി എന്നെ പണ പോറേ? ആലോചിക്കണം. ഗൗരി, ഗൗരി, എന്തായി? അവളെ പറ്റി വല്ലതും അറിഞ്ഞോ? ഇല്ല. നമ്മൾ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. വാ, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. കവലപ്പെട വേണാമാ, നമുക്ക് എപ്പിടിയാச்சும் அவங்கள கண்டுபிடிச்சிடலாம். நீங்க தைரியமா போங்க. നമ്മൾ വന്നിട്ടിപ്പോ 2 ദിവസമായി. നമ്മളിനി എന്ത് ചെയ്യും? ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? நாம என்ன கேட்க போறேன்? இப்போ ஒரு கனவு பார்த்திருக்கு. இந்த கனவில் இப்படியெல்லாம் இருந்துருச்சு. இவங்களுக்கும் இந்த ஊருக்கு ஏதாச்சும் சம்பந்தம் இருக்கேன்னு கேட்க போறியா? இது யாராச்சும் நம்புவீங்களா? யோசிச்சு பாரு. அப்படின்னு நம்ம என்ன செய்யறது? ഹലോ, ഹേ, എങ്ങനെ? അല്ല, ഞാനിപ്പോ ശരി നോക്കട്ടെ. என்னாச்சு? അമ്മയ്ക്ക് വയ്യാന്ന്, പെട്ടെന്ന് സ്ട്രോക്ക്. ഞങ്ങളോട് കോഴിക്കോടേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടെ. എന്നാ നീ പോയിട്ട് വാ. അല്ല, ഞാൻ പോകുമ്പോ ഇവളിവിടെ ആക്കാം. വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. നിങ്ങളെ കാണാനല്ലേ വിളിച്ചിട്ടുണ്ടാവാ. നീ മാത്രം പോണ്ട. നീ ഇങ്ങ തനിയെ ഇരിക്കുവീങ്കളാ? പറവാടി, പോയിട്ട് വാ. ഗൗരി, അനന്തു, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പോ. നീ വാ, പോണം. ഗൗരി, ശ്രദ്ധിക്കണം. மேடம், உங்க பொண்ணோட நம்பர் ட்ரேஸ் பண்ண முடியல. அந்த போன் இப்பவும் சுவிட்ச் ஆஃப் ஆகத்தான் இருக்கு. எங்களால முடிஞ்ச அளவுக்கு நாம தேடிட்டு தான் இருக்கோம். நீங்க எதுக்கும் கவலைப்பட வேணாம். മാധവേട്ടാ, നമ്മുടെ മോള്. നീ വിഷമിക്കല്ലേ, അവര് കണ്ടെത്താന്നല്ലേ പറഞ്ഞേ. ഇവിടെ ആരില്ലേ? ആരാ? ഞാൻ
ഇത് എന്റെ തറവാടാ. ഓ, അപ്പോൾ ഹൗസ് ഓണർ ആയിരുന്നു. വാ, അകത്തേക്ക് കയറിയിരിക്കെ. കുടിക്കാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഒന്നും വേണ്ട. എന്താ പേര്? ഗൗരി. വേറെ 2 പേരും കൂടി ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അത് അനന്തുവിന്റെ അമ്മക്ക് വയ്യാത്തോണ്ട് അവരങ്ങോട്ട് പോയി. അപ്പോ മറ്റേ കുട്ടി? അതവന്റെ ഭാര്യയാ. അപ്പോ അവൻ പോകുമ്പോ അവളും പോയി. അപ്പൊ താനിവിടെ തനിച്ചാണോ? പേടിയില്ലേ തനിച്ച് നിൽക്കാൻ? എന്തിന്? ഇല്ലല്ലോ. എന്നാൽ പേടിക്കണം. കാരണം ഇതൊരു സാധാരണ തറവാടല്ല. ഇവിടെ തനിച്ച് നിൽക്കണ്ട. അവര് വരുന്നവരെ ഞാൻ നിൽക്കാം ഇവിടെ. അയ്യോ വേണ്ട, അതൊരു ബുദ്ധിമുട്ട്. എന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിക്കാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇതെവിടെ പോയി? നിന്റെ മുമ്പിൽ ഈ പൗർണമി വരികെ ഇനി സമയമുള്ളൂ സൂര്യ. ഇതുവരെ നിനക്ക് നിന്റെ ആത്മാവിനെ സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പൗർണമിക്ക് വരും 5 നാളുകൾ മാത്രം ബാക്കി. ഇതിനുള്ളിൽ അവൾ നിന്നെ തിരിച്ചറിഞ്ഞേ മതിയാവും. ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ആത്മാവിനെ നഷ്ടമാവും. ഹാ, വാ കയറ്. ഏട്ടാ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മ ഇപ്പൊ പണ്ടത്തെക്കാൾ ഉഷാറല്ലേ? ഏട്ടൻ എന്താ ഈ പറയുന്നേ? എന്താടാ, ഏട്ടനല്ലേ ഇന്നലെ വിളിച്ചിട്ട് അമ്മയ്ക്കൊട്ടും വയ്യാന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാനോ? നീ വല്ല സ്വപ്നവും കണ്ടു കാണും അനന്തു. ഇല്ല ഏട്ടാ, ഏട്ടൻ വിളിച്ചെന്റെ കോൾ ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം. ഏട്ടന്റെ കോൾ വന്നതായിട്ടേ ഇതിൽ കാണുന്നില്ലല്ലോ. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല, ഇവൻ சொல்றது ഉണ്മதான். അപ്പോ ഇവൻ പക്കത്തിൽ ഞാൻ ഇരിക്ക. ശരി, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും വന്നതല്ലേ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അമ്മയ്ക്കത് സന്തോഷാവും. അത് ഏട്ടാ, பரவாயில்ல, அங்க ஹவுஸ் ஓனர் இருக்குன்னு தானே சொன்னேன். அம்மாவுக்காகத்தானே 2 ദിവസം இருந்துட்டு போலாம். மேம், உங்க பொண்ணோட லொக்கேஷன் கிடைச்சிருக்கு. உங்க பொண்ணு இப்போ கேரளத்தில் தான் இருக்கு. மாதவேட்டா, நாம കേരള പോലീസിക്ക് ഇൻഫോം பண்ணலாமா? വേണ്ട, ഞങ്ങൾ പൊക്കോളാം. അവനെങ്ങനെ കേരളത്തിലെത്തി? നീ വാ, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം. ഞങ്ങളെന്നാ പോവേട്ടാ. അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഓടി വന്നതാ. ശരി എന്നാ, ഇനി എന്തായാലും കാവിലെ ഉത്സവത്തിന് വാ. എവിടെ ഇരിക്കുമായിരുന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇതിനു മുമ്പ് ചെന്നൈ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തേ? അല്ല, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയാന്ന് ഓർമ്മ വരുന്നില്ല. താൻ പറഞ്ഞ ശരിയാ. താൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, തൻ്റെ സ്വപ്നത്തിൽ. ഇതിനെപ്പറ്റി അറിയാനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ ഉള്ളിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ പക്കലുണ്ട്. അതിനുവേണ്ടി താൻ നാളെ വരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും. ശരി, എനിക്കറിയണം എല്ലാം. ഇത് നോക്ക്, അത് അനന്തു അല്ലേ? അതെ, ചിലപ്പോൾ ഗൗരി അവരെ കൂടിയിരിക്കും വന്നിട്ടുണ്ടാവുക. വാ അനന്തു. ആ, നിങ്ങളിതെങ്ങോട്ടാ? തറവാട്ടിലേക്ക്. ഗൗരി എവിടെയാ? ആ, ഞങ്ങളും അങ്ങോട്ടാ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോര്. ഇതേതാ തറവാട്? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ വന്നതപ്പോ? അല്ല, ഞങ്ങൾ തേവാരത്തേക്കാ പോയേ. തേവാരത്തേക്കോ? അവിടെ തനിച്ചാണോ? இல்ல, அவள் கூட அந்த வீடோட வீட்டுக்காரல இருக்குன்னு தான் சொன்னேன்.
അതിന് അവിടുത്തെ കുടുംബക്കാരൊന്നും ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഇല്ലല്ലോ. അപ്പോ അവളുടെ കൂടെ ആരാ? ഒന്നാമത് അതൊരു സാധാരണ തറവാടുമല്ല. ഇപ്പൊ എന്താ മാതിരി சொல்ற? അവളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാത്തത് ആ തറവാട് കാരണമാണ്. നിങ്ങൾ വാ, നമുക്ക് ഇപ്പൊ തന്നെ അവിടേക്ക് പോണം. നമ്മളിത് എങ്ങോട്ടാ? തനിക്ക് എല്ലാ സത്യം അറിയണ്ടേ? അറിയണം. എന്നാ വാ, നടക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനന്ന് തറവാടിനെ പറ്റി ചോദിച്ചപ്പോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? അതും തനിക്ക് ഇന്ന് മനസ്സിലാവും. താൻ വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വാ, നമുക്ക് കേറി നോക്കി നോക്കാം. എല്ലാരും ഇங்கே വാ. ഇതല്ലേ അവളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആള്? ഇതോ? ആ, അന്ന് ഞങ്ങൾ വിളിച്ചപ്പോ അവള് അയാൾ അറിയാതെ കാണിച്ചു തന്നതാ. ഇത് തന്നെയാണോ? അത് എനിക്ക് ഉറപ്പാ. ഇത് ഏട്ട തിരുമേനി. തിരുമേനി, ഞങ്ങളുടെ മോള്. പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ, അവളെയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് എവിടേക്ക് പോയാലും അവൾ ഇവിടെ തന്നെ എത്തും. അത് അവന്റെ ആവശ്യമാണ്. അവളിവിടെ എത്തിച്ചതും അവൻ തന്നെയാ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ. ഇവിടെ നിന്ന് സ്വയം സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം നിനക്ക് മനസ്സിലാവും. ഒരു പതിറ്റാണ്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന 2 തറവാട്ടുകാർ, ചെമ്പകശ്ശേരിയും തേവാരത്തും. തേവാരത്ത് തറവാട് ജാതിക്ക് പ്രാധാന്യം നൽകുന്ന ഇടം. ആ തറവാട്ടിലെ ഇളയ തമ്പ്രാനായിരുന്നു സൂര്യവർമ്മ. ഒരിക്കൽ കാവലെ ഉത്സവത്തിൽ നടന്ന നൃത്തപരിപാടിയിൽ നിന്നുമായിരുന്നു അവളെ അവൻ ആദ്യമായി കാണുന്നത്. ചെമ്പകശ്ശേരിയിലെ ഇളയ തമ്പ്രാട്ടി സുഭദ്ര, സാക്ഷാൽ പാർവതി ദേവിയുടെ ചൈതന്യം. അന്നു മുതൽ സൂര്യയുടെ മനസ്സിൽ പതിഞ്ഞതാണ് സുഭദ്രയുടെ നൃത്തം. അന്നു മുതൽ അവർ പരസ്പരം കണ്ടു, സംസാരിച്ചു. ആരും അറിയാതെ ആ കാടിനുള്ളിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച്. ആദ്യമായി ഹൃദയം പങ്കുവെച്ചതും അവിടെ വെച്ച്. എല്ലാത്തിനും ഒരവസാനമുള്ളതുപോലെ ഇതിലും ഒരവസാനമുണ്ടായിരുന്നു. തേവാരത്ത് തറവാട്ടിലെ വല്യമ്പ്രാൻ ഇതെങ്ങനെയോ അറിഞ്ഞു. അവരുടെ ശത്രുപക്ഷത്തായിരുന്നു ചെമ്പകശ്ശേരി. എന്നാൽ തേവാരത്ത് തറവാട്ടുകാർക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. പുറമേയുള്ള മുഖംമൂടിക്കുള്ളിൽ ആഭിചാര ക്രിയകൾ നടത്തുന്ന തറവാട്ടുകാർ. അവിടെയുള്ള ചുരുക്കം ചില മനുഷ്യർക്കല്ലാതെ മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ല. ശേഖര, നിക്ക, നീ ഇപ്പോൾ പോയി സൂര്യയെ വിളിക്കിയാലും അവനിത് അവസാനിപ്പിക്കുകയും തോന്നുന്നുണ്ടോ? ഇല്ല. അസ്ഥിക്ക് പിടിച്ച പ്രേമാണ് കുട്ടികൾക്ക്. അതിനി നമ്മളായിട്ട് മുടക്കണോ? അത് നടത്തണതല്ലേ നല്ലത്. എന്താ ഈ പറയണേ? അവൾ ഏത് തറവാട്ടിലാന്ന് അറിയില്ലേ? മോനെ ശേഖര, നിന്നേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവനാണ് ഞാൻ. അവളൊരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് നിനക്കറിയാലോ. തുലാം രാശിയിലെ പൗർണമിയിൽ പിറന്നവളാ. നമ്മുടെ ചാത്താന്മാരെ പ്രീതിപ്പെടുത്താൻ അവൾ തന്നെ ധാരാളല്ലേ. ഇതാകുമ്പോ നമ്മൾ ആരും ഒട്ടങ്ങോട്ട് സംശയിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്ന് തന്നെ നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോവാം. എന്താ ശേഖര, ഈ തറവാട് മുറ്റത്ത് അകത്തേക്ക് കയറി ഇരിക്കുക. ശത്രുക്കളായാലും നന്നായി സൽക്കരിക്കണമെന്നാണല്ലോ. ഇനി അങ്ങനെയല്ലല്ലോ നായരെ. എന്റെ ഇളയ മകൻ സൂര്യവർമ്മയ്ക്ക് ഇവിടുത്തെ ഇളയ തമ്പുരാട്ടിയുമായി ഇഷ്ടത്തിലാണെന്നുള്ള വിവരം അറിയാലോ. കാര്യം നമ്മൾ ശത്രുക്കളാണെന്നും കരുതി കുട്ടികളുടെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കണോ? മരിച്ച് പരലോകത്ത് പോകാനുള്ളവരല്ലേ നമ്മളൊക്കെ. ഈ ശത്രുത കാണിച്ചിട്ട് നമുക്കിപ്പോ എന്ത് കിട്ടാനാ? അങ്ങനെയെങ്കിൽ നമുക്കിത് അങ്ങോട്ട് നടത്താം. വിരോധില്ലാച്ചാ ഒന്ന് കുട്ടിയെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞു കേട്ടതല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതിനെന്താ മോളെ? എന്താ അച്ഛാ? ഇതാരാ മനസ്സിലായി കുട്ടിക്ക്? ഇതാ നീ വേലി കഴിക്കാൻ പോണ പയ്യന്റെ അച്ഛൻ, എന്നുവെച്ചാ സൂര്യയുടെ അച്ഛൻ. എന്താ കുട്ടി ഇത്? നീ ആ തറവാട്ടിലേക്ക് വന്നു കയറേണ്ടവളല്ലേ? എന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടോ. അങ്ങനെ തേവാരത്തുകാരുടെ ചതിക്കുഴിയിൽ ചെമ്പകശ്ശേരിക്കാർ വീണു. സുഭദ്രയെ
സൂര്യയ്ക്ക് വേലി കാഴ്ച നൽകി. പിന്നീട് ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. സുഭദ്രയ്ക്ക് അന്ന് 3 മാസം. നമ്മളിവക്ക് എന്ത് പേരാ വെക്കുക? അപ്പോഴേക്കും തീരുമാനിച്ചോ ഇത് പെൺകുഞ്ഞാണെന്ന്? എനിക്ക് നിന്നെ പോലെ ഒരു സുന്ദരിയായ പെൺകുഞ്ഞിനെ മതി. പക്ഷേ എനിക്ക് അങ്ങേപ്പോലെ ഒരാൺകുഞ്ഞിനെ മതി. എന്നാ രുദ്ര എന്ന് വിളിക്കാം. അതാകുമ്പോൾ 2 പേർക്കും ചേരുമല്ലോ. അതെ, തിരുവിതാംകൂർ പോണെന്ന് നിർബന്ധമാണോ? പോകാതിരുന്നൂടെ? അച്ഛന് പോകാൻ പറ്റാത്തോണ്ടല്ലേ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഇനി തിരിച്ചു വരുമല്ലോ. പിന്നെന്താ? അറിയില്ല, എന്തോ ആപത്ത് വരുന്നത് പോലെ ഉള്ളിൽ നിന്നാരോ പറയുന്നു. നീ ധൈര്യമായിട്ടിരിക്കും. ഇവിടെ നീ സുരക്ഷിതയായിരിക്കും. അങ്ങനെ സൂര്യവർമ്മ തിരുവിതാംകൂറിലേക്ക് പുറപ്പെട്ടു. തേവാരത്തുകാർ സുഭദ്രയെ ബലി നൽകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ സൂര്യവർമ്മ തിരിച്ചു വന്നു. സുഭദ്രയെ ബലിക്കലിൽ കണ്ട സൂര്യവർമ്മയ്ക്ക് അവിടെ ശക്തമായി പ്രതികരിച്ചു. പക്ഷേ സ്വന്തം മകനാണെന്ന് പോലും മറന്ന് തേവാരത്തുകാർ സൂര്യയെ ചങ്ങലയിൽ ബന്ധിതനാക്കി. അന്ന് ആ വഴക്കിൽ തേവാരത്ത് തറവാട്ടിലെ അഘോരന്മാർ മരണപ്പെട്ടു. സുഭദ്രയെ ബലി നൽകാൻ സാധിച്ചില്ല. പക്ഷേ സുഭദ്രയുടെ വയറ്റിൽ കുഞ്ഞു മരണപ്പെട്ടിരുന്നു. പിന്നാലെ സുഭദ്രയും പിന്നീട് സൂര്യവർമ്മയും. പക്ഷേ അവന്റെ ആത്മാവ് ഇന്നും ആ ചങ്ങലിൽ ബന്ധിതമാണ്. അവന് സാധാരണക്കാരുടെ ഇടയിൽ സാധാരണയായി ജീവിക്കാമെങ്കിലും അവന്റെ ഉള്ളിൽ ആത്മാവ് എന്നൊന്നില്ല. അവന് ആത്മാവ് സ്വന്തമാകണമെങ്കിൽ സുഭദ്രയുടെ സാന്നിധ്യം വേണം. സുഭദ്രയുടെ അതേ നാളിലും സമയത്തിലും തീയതിയിലും ജനിച്ചൊരു പെൺകുട്ടി. അതാണ് ഗൗരി. ഗൗരി തന്നെയാണ് സുഭദ്ര. അവളെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടാ ഇതെല്ലാം അറിഞ്ഞ നിമിഷം ഞങ്ങൾ അവളെയും കൊണ്ട് ഇവിടുന്ന് പോയത്. പക്ഷേ ഭദ്രേ, ഭദ്രേ, എണീക്ക്. മോളെ ഗൗരി, ഗൗരി എനിക്ക് മോളെ ഗൗരി. സൂര്യ, സൂര്യ എവിടെ? ഇന്നുകൂടി മാത്രമേ അവനെ സാധാരണ ജീവിക്കാൻ സാധിക്കൂ. നിനക്ക് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ സാധിക്കൂ. ചെല്ല്. ഗൗരി അവിടെ കൂടി ചെന്നു. ചെന്നപ്പോൾ കണ്ടത് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന സൂര്യയെ. ഗൗരി, വേണ്ട, ഈ ചങ്ങല നീ പൊട്ടിക്കരുത്. മതി, ഇവിടെ കിടന്ന് നീ അറിയിച്ചത് മതി. ഞാനിത് പൊട്ടിക്കാൻ പോവാ. സുഭദ്ര പറയുന്നേക്ക്. വേണ്ട. അവളുടെ പരിശ്രമത്തിൽ ആ ചങ്ങല ഭാഗികമായി തകർന്നു. അപ്പോൾ ആ ചങ്ങലിൽ നിന്നും ഒരു വെളുത്ത രൂപം പുറത്തേക്ക് വന്നു. തിരുമേനി, എന്താ അത്? അത് അന്ന് മരണപ്പെട്ട ആ കുഞ്ഞിന്റെ ആത്മാവ്. അതിപ്പോ ഒരു പിശാചായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി സൂര്യ തന്നെ ഏറ്റു ശിക്ഷയായിരുന്നു ഇത്. രുദ്ര, അരുത്. അവൾ നിന്റെ അമ്മയാണ്. അവളെ നീ ഒന്നും ചെയ്യരുത്. ഈ അമ്മയോട് എന്റെ കുഞ്ഞ് ക്ഷമിക്ക്. അന്ന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ നീ എന്നിങ്ങനെയായ നമ്മയ്ക്കറിയാം. ഈ അമ്മയോട് ക്ഷമിക്കുന്നേ. നീ തിരിച്ചു പോ. ആരെയും ഒന്നും ചെയ്യരുത്. തിരിച്ചു പോ. അമ്മയെ പറയുന്ന. പിന്നീട് അവളുടെ ഉള്ളിലെ മുഴുവൻ ശക്തിയും തിരിച്ചെടുത്തു. சூர்யா, கௌரி எழுந்துட்டியா? எப்படி இருக்கு? நீ எங்க போற? கைய விடுறி. உன்கிட்ட தானே கேக்குறேன், எங்க போற சொல்லு. சூர்யாவை பாக்குறதுக்கு. கௌரி, நான் சொல்றது கேளு. எனக்கு போயிட்டு ஆகணும். என் கைய விடு. கௌரி, கைய விடுறி. എന്നെ തനിച്ചാക്കി പോകുമെല്ലാം പറഞ്ഞല്ലേ. എവിടെയാ സൂര്യ? എനിക്കത് കണ്ടാ മതി. എനിക്ക് വേറെ വേണ്ട. എവിടെയാ നീ? അവരോട് തിരിച്ചു
வச்சிருக்கேன். சர்ப்ரைஸோ? எந்த சர்ப்ரைஸ்? வாடி சொல்றேன், வா.